ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ജോബ്സ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IBPS വിജ്ഞാപനമാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. IBPS വിജ്ഞാപനം ബാങ്കുകളിൽ 11,403 ക്ലർക്ക്, യോഗ്യതാ ബിരുദം, കേരളത്തിൽ 108 ഒഴിവ്. പൊതുമേഖലാ ബാങ്കുകളിലെ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് തസ്തികയിലേക്കുള്ള നിയമനത്തിനായി നടത്തുന്ന പൊതുപരീക്ഷയ്ക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ IBPS വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ക്ലറിക്കൽ കേഡർ തസ്തികയാണിത്. 2026-27 വർഷത്തെ ഒഴിവുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ്. നിയമന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന 11 ബാങ്കുകളിലായി 11,403 ഒഴിവുണ്ട്. ഇതിൽ 108 ഒഴിവ് കേരളത്തിലാണ്. ലക്ഷദ്വീപിൽ 11 ഒഴിവുണ്ട്. തിരഞ്ഞെടുപ്പിനായുള്ള പ്രിലിമിനറി പരീക്ഷ ഒക്ടോബറിൽ നടക്കും. കേരളത്തിൽ 10 പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാകും. നിയമന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ബാങ്കുകൾ: ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധു ബാങ്ക്. ബാങ്കുകൾ തിരിച്ചുള്ള കേരളത്തിലെ ഒഴിവുകൾ ഇതോടൊപ്പം പട്ടികയിൽ ചേർത്തിട്ടുണ്ട്. ശമ്പള സ്കെയിൽ 24,050 മുതൽ 64,450 രൂപ വരെയാണ്. യോഗ്യത: അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദം ഓർ തത്തുല്യം. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ ഓർ കേന്ദ്രഭരണ പ്രദേശത്തെ പ്രാദേശിക ഭാഷ. കേരളത്തിലും ലക്ഷദ്വീപിലും മലയാളം. എഴുതാനും വായിക്കാനും സംസാരിക്കാനും മനസ്സിലാക്കാനും കഴിയണം. അപേക്ഷകർക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ ഓർ IT ഒരു വിഷയമായ ഹൈസ്കൂൾ ഓർ കോളേജ് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് തലത്തിൽ പഠിച്ചവരോ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് ഓർ ലാംഗ്വേജിൽ സർട്ടിഫിക്കറ്റ് ഓർ ഡിഗ്രി ഓർ ഡിപ്ലോമ നേടിയവരോ ആയിരിക്കണം. കേരളത്തിലെ ഒഴിവുകൾ നോക്കാം. ബാങ്ക് ഓഫ് ബറോഡയിലെ SCക്കാർക്ക് 4 ഒഴിവ്, OBC NCL 9 ഒഴിവ്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ 3 ഒഴിവ്, അൺറിസർവ്ഡ് 19. അങ്ങനെ മൊത്തം 35 ഒഴിവുകളാണുള്ളത്. ഹിയറിംഗ് ഇമ്പയർഡിൽ 1 ഒഴിവും, ഓർത്തോപീഡിക്കലി ചലഞ്ചഡ് അതിൽ 1 ഒഴിവ്, പിന്നെ എക്സ് സർവീസ്മെനിൽ 4 ഒഴിവും, ഡിപ്പെൻഡൻ്റ് ഓഫ് എക്സ് സർവീസ്മെനിന് 1 ഒഴിവാണ്. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 1 ഒഴിവുകളുമില്ല കേരളത്തിൽ. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലെ SCക്കാർക്ക് 2 ഒഴിവ്, OBC NCL 5 ഒഴിവാണ്. ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ 2 ഒഴിവും, അൺറിസർവ്ഡിൽ 11. അങ്ങനെ മൊത്തം 20 ഒഴിവുകളാണ്. ഇതിൽ എക്സ് സർവീസ്മെനിന് 2 ഒഴിവുകളാണ്. കാനറ ബാങ്കിൽ OBCക്കാർക്ക് NCL OBCക്ക് 1 ഒഴിവും, അൺറിസർവ്ഡിൽ 4 ഒഴിവാണ്. മൊത്തം 5 ഒഴിവ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ SCക്കാർക്ക് 3 ഒഴിവാണ്. OBC NCL 10 ഒഴിവ്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ 3, അൺറിസർവ്ഡ് 17. അങ്ങനെ മൊത്തം 33. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ തന്നെ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയിൽ 1 ഒഴിവും, എക്സ് സർവീസ്മെനിൽ 3, ഡിപ്പെൻഡൻ്റ് ഓഫ് എക്സ് സർവീസ്മെൻ 1 ഒഴിവുമാണ്. ഇന്ത്യൻ ബാങ്കിൽ OBC NCL 2 ഒഴിവുണ്ട്, പിന്നെ അൺറിസർവ്ഡിൽ 3 ഒഴിവ്. ടോട്ടൽ അങ്ങനെ 5 ഒഴിവാണുള്ളത്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ഒഴിവൊന്നുമില്ല. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അൺറിസർവ്ഡിൽ 1 ഒഴിവ്. അങ്ങനെ മൊത്തം 1 ഒഴിവാണുള്ളത്. പഞ്ചാബ് ആൻഡ് സിന്ധു ബാങ്ക് അതിൽ 1 ഒഴിവുമില്ല. യൂക്കോ ബാങ്കിൽ OBC NCL 2 ഒഴിവും, അൺറിസർവ്ഡിൽ 7 ഒഴിവും. ടോട്ടൽ 9 ഒഴിവാണുള്ളത്. വിഷ്വലി ഇംപയർഡിൽ 1 ഒഴിവും, എക്സ് സർവീസ്മെനിൽ 1 ഒഴിവാണുള്ളത്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. NR നോട്ട് റിപ്പോർട്ടഡ്. ഇതാണ് പട്ടിക, കേരളത്തിലെ ഒഴിവുകളുടെ പട്ടിക വരുന്നത്. പിന്നെ പ്രിലിമിനറി പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇംഗ്ലീഷ് തന്നെയാണ്. ക്വസ്റ്റ്യൻസ് 30 എണ്ണം ഉണ്ടായിരിക്കും. മാക്സിമം മാർക്ക് 30 തന്നെയാണ്. ഓരോ ടെസ്റ്റിനും 20 മിനിറ്റ് വീതമാണ്. ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ് അതിൽ ഓരോന്നിനും 20 മിനിറ്റ് വെച്ചിട്ടാണ്. ന്യൂമറിക്കൽ എബിലിറ്റിയിൽ 35 ക്വസ്റ്റ്യൻ, മാക്സിമം മാർക്ക് 35, 20 മിനിറ്റ്. റീസണിങ് എബിലിറ്റിയിലും 35 ക്വസ്റ്റ്യൻസ്, 35 മാർക്ക്, 20 മിനിറ്റ്. ടോട്ടൽ മാർക്കും ടോട്ടൽ ക്വസ്റ്റ്യൻസും 100 ആണ്. 60 മിനിറ്റാണ് മൊത്തം സമയം. ഈ പ്രധാന തീയതികൾ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ബൈ കാൻഡിഡേറ്റ്സ്. ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തേണ്ടത് ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 21 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. 21 വരെയാണ് അപേക്ഷ അയക്കാൻ പറ്റുന്നത്. പേയ്മെൻറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഫീസ് ഓർ ഇൻറ്റിമേഷൻ ചാർജസ്. അപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതും ആ തീയതികളിൽ തന്നെയാണ്. 1 മുതൽ ഓഗസ്റ്റ് 1 മുതൽ 21 വരെ അപ്ലിക്കേഷൻ ഫീസും അടയ്ക്കാൻ പറ്റും.
edit window for candidates modify or correct application form including online payment for edit. കറക്റ്റ് അപ്ലിക്കേഷൻ ഫോം എഡിറ്റ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ അവർ 2 ദിവസം തരും രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട്. അത് IBPS വെബ്സൈറ്റിൽ അവർ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. കണ്ടക്ട് ഓഫ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് നടത്തുന്നത് 2026 സെപ്റ്റംബറിലാണ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് നടത്തുന്നത്. ഡൗൺലോഡ് ഓഫ് കോൾ ലെറ്റേഴ്സ് ഫോർ ഓൺലൈൻ എക്സാമിനേഷൻ. പ്രിലിമിനറി എക്സാമിനേഷൻ്റെ കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് സെപ്റ്റംബർ 2026 തന്നെയാണ്. സെപ്റ്റംബറിലെ ഓൺലൈൻ എക്സാമിനേഷൻ പ്രിലിമിനറി എക്സാമിനേഷൻ നടത്തുന്നത് ഒക്ടോബർ 2026 റിസൾട്ട് ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻ പ്രിലിമിനറിയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് നവംബറിലാണ്. ഡൗൺലോഡ് ഓഫ് കോൾ ലെറ്റർ ഫോർ ഓൺലൈൻ എക്സാമിനേഷൻ ഓൺലൈൻ എക്സാമിനേഷൻ്റെ കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത് നവംബർ 2026 ഓൺലൈൻ എക്സാമിനേഷൻ മെയിൻ എക്സാം നടത്തുന്നത് ഡിസംബറിലാണ്. പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് 2027 മാർച്ചിലാണ് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരുന്നത്. പ്രായം 20 മുതൽ 28 വയസ്സ് വരെയാണ്. അപേക്ഷകർ 1998 ഓഗസ്റ്റ് 2 2006 ഓഗസ്റ്റ് 1 ഇടയിൽ 2 തീയതികളും ഉൾപ്പെടെ ജനിച്ചവരായിരിക്കണം. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും ഇളവുണ്ട്. വിമുക്ത ഭടന്മാർക്ക് നിയമാനുസൃത ഇളവുണ്ട്. വിധവകൾക്കും പുനർവിവാഹിതരാവാത്ത വിവാഹമോചിതകൾക്കും 35 വയസ്സ് വരെ OBC 38, SC/ST 40 അപേക്ഷിക്കാം. അപേക്ഷാ ഫീസ് SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും 175 രൂപയും മറ്റുള്ളവർക്ക് 850 രൂപയുമാണ്. GST ഉൾപ്പെടെ അപേക്ഷാ ഫീസ്. ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഓഗസ്റ്റ് 21 വരെ ഫീസ് അടയ്ക്കാം. തിരഞ്ഞെടുപ്പ് പ്രിലിമിനറി മെയിൻ പരീക്ഷകൾ ഒബ്ജക്റ്റീവ് മാതൃകയിൽ ഓൺലൈനായി നടത്തും. പ്രിലിമിനറി പരീക്ഷ ഒക്ടോബറിലും മുഖ്യ പരീക്ഷ നവംബറിലുമാണ് നടക്കുക. പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് 2027 മാർച്ചിൽ പ്രസിദ്ധീകരിക്കും. പ്രിലിമിനറി പരീക്ഷയ്ക്ക് 100 മാർക്കിൻ്റെ 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിംഗ് എബിലിറ്റി എന്നിവയിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ. 1 മണിക്കൂറാണ് പരീക്ഷാ സമയം. ഓരോ വിഷയത്തിനും പ്രത്യേകമായുള്ള സമയം, മാർക്ക്, ചോദ്യങ്ങളുടെ എണ്ണം എന്നിവ ഇതോടൊപ്പമുള്ള പട്ടികയിൽ ചേർത്തിട്ടുണ്ട്. പ്രിലിമിനറിയിൽ നിന്ന് നിശ്ചിത കട്ട് ഓഫ് മാർക്കിനു മുകളിൽ നേടുന്നവരെ മെയിൻ പരീക്ഷയിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് നവംബറിൽ പ്രസിദ്ധീകരിക്കും. മെയിൻ പരീക്ഷ ഡിസംബറിൽ നടക്കും. മെയിൻ പരീക്ഷയ്ക്ക് ജനറൽ ഓർ ഫിനാൻഷ്യൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, റീസണിംഗ് എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നിവയിൽ നിന്നായി 155 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 200 മാർക്കിനുള്ള പരീക്ഷയ്ക്ക് 2 മണിക്കൂറാണ് സമയം. ചോദ്യപേപ്പർ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളം ഉൾപ്പെടെയുള്ള വിവിധ പ്രാദേശിക ഭാഷകളിലും ലഭിക്കും. പ്രിലിമിനറി മെയിൻ പരീക്ഷകൾക്ക് ഓരോ തെറ്റുത്തരത്തിനും 4/1 നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. എന്നാൽ ഉത്തരം എഴുതാതെ വിട്ടവയ്ക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ 10ാം തലത്തിലോ അതിനു മുകളിലോ ഒരു വിഷയമായി പഠിച്ചതിൻ്റെ മാർക്ക് ഷീറ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർ പ്രസ്തുത ഭാഷയിലെ പരിജ്ഞാനം തെളിയിക്കുന്നതിനുള്ള പരീക്ഷ കൂടി അഭിമുഖീകരിക്കേണ്ടി വരും. പരീക്ഷാ കേന്ദ്രങ്ങൾ. കേരളത്തിൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവിടങ്ങളിൽ കേന്ദ്രമുണ്ടാവും. മെയിൻ പരീക്ഷയ്ക്ക് ആലപ്പുഴ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവിടങ്ങളിൽ കേന്ദ്രമുണ്ടാവും. ലക്ഷദ്വീപിലെ കവരത്തിയിൽ പ്രിലിമിനറി പരീക്ഷയ്ക്കും മെയിൻ പരീക്ഷയ്ക്കും കേന്ദ്രമുണ്ടാവും. അപേക്ഷ. IBPSൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഒരാൾക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്കോ കേന്ദ്രഭരണ പ്രദേശത്തേക്കോ മാത്രമാണ് അപേക്ഷിക്കാനാവുക. അപേക്ഷയ്ക്കൊപ്പം ഫോട്ടോ, ഒപ്പ്, ഇടത് തള്ളവിരലടയാളം, സ്വന്തം കൈപ്പടയിൽ എഴുതിയ പ്രസ്താവന, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് എന്നിവ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപ്ലോഡ് ചെയ്യണം. രജിസ്ട്രേഷൻ സമയത്ത് വെബ് ക്യാമറ ഓർ മൊബൈൽ ഫോൺ വഴി പകർത്തിയ ഫോട്ടോയും അപ്ലോഡ് ചെയ്യണം. അവസാന തീയതി ഓഗസ്റ്റ് 21, 2026. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും വെബ്സൈറ്റ് www.ibps.in. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. Thank you for watching.